നമ്മുടെ കിച്ചണിലേക്ക് ഒരു ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇപ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റൗവും ഇൻഫ്രാറെഡ് സ്റ്റൗവും ആണ്. ഇൻഫ്രാറെഡ് സ്റ്റൗ പലർക്കും പുതിയതാണ്. പലരും കൺഫ്യൂസ്ഡ് ആണ്, ഇൻഡക്ഷൻ വാങ്ങണോ അതോ ഇൻഫ്രാറെഡ് വാങ്ങണോ എന്ന് പലരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോയിൽ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെയും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സ്റ്റൗവിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും രണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റൗവും ഇൻഫ്രാറെഡ് സ്റ്റൗവും തമ്മിലുള്ള ആദ്യത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് കുക്ക് വെയർ, നമ്മുടെ അയൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മാഗ്നറ്റിക് കുക്ക് വെയർ മാത്രമാണ് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡക്ഷൻ ബേസ് ഇല്ലാത്ത പാത്രങ്ങൾ നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള പാത്രങ്ങൾ നമുക്ക് ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു അലൂമിനിയം പാത്രം. ഈ അലൂമിനിയം പാത്രം ഇൻഡക്ഷൻ ബേസ് ഉള്ളതല്ല. അപ്പോൾ ഈ പാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കടായി, ഇത് ഇൻഡക്ഷൻ ബേസ് അല്ല, ഇതുണ്ടോ, ഇൻഡക്ഷൻ ബേസ് അല്ല, ഇത് നമുക്ക് ഇൻഫ്രാറെഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അതുപോലെ മൺചട്ടിയും നമുക്ക് ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ ഫ്ലാറ്റ് ആയിട്ട് ബേസ് ഉള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കുന്നവർക്കറിയാം. ഇപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗം, നമ്മൾ ഇവിടെയാണ് പാത്രം വെക്കുന്നത് അല്ലേ, അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വലിയ ചൂടുണ്ടാവില്ല. നമുക്ക് കൈകൊണ്ട് തുടച്ചെടുക്കാവുന്ന ഒരു ചൂടേ ഉണ്ടാവുള്ളൂ. കൈയൊന്നും പറയാതെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടാലും നമ്മുടെ കൈ പൊള്ളുന്ന ചൂടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചൂടേ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പാത്രം വെക്കുന്ന ഈ ഭാഗം നന്നായിട്ട് ചൂടാവും. ഈ ഭാഗം ചൂടായിട്ട് ഇതിൻ്റെ ചൂടാണ് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത്രയും ഭാഗം നന്നായിട്ട് ചൂടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്റ്റൗവിൽ നമ്മളെ തീയിലൊക്കെ തൊടുന്ന പോലെ തന്നെയാണ് ഇവിടെ വന്ന് തൊടുന്നതും, കൈ പൊള്ളും. അപ്പോൾ അത് ആണ് അടുത്ത ഒരു വ്യത്യാസം. ഇലക്ട്രിക് സ്റ്റൗ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഷൻ കറണ്ട് ബില്ല് തന്നെയായിരിക്കും. ഇൻഡക്ഷൻ സ്റ്റൗ 1500 വാട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1.5 യൂണിറ്റ് ആണ് കറണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് എടുക്കുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഇൻഫ്രാറെഡ് സ്റ്റൗവ് 2200 വാട്ടിൻ്റെ ആണ്. അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 2.2 യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് രണ്ടും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 1.5 യൂണിറ്റും ഇത് 2.2 യൂണിറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനർജി എഫിഷ്യൻസി കൂടുതലുള്ളത് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് കുറവ് വരുന്നത് ഇൻഡക്ഷനിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിലെ ഉപയോഗത്തിന്